ഹായ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ്റെ ഒരു ഡ്രൈ ഡിഷാണ്. അതിനെ വേണമെങ്കിൽ ചിക്കൻ പെരട്ടെന്ന് വിളിക്കാം, അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ എന്ന് വിളിക്കാം. നമ്മൾ തട്ടുകടയിലൊക്കെ പോകുമ്പോൾ നമുക്കിങ്ങനെ എന്താ പറയുക, വായിൽ കൊതി വരുന്ന രീതിയിൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് കാണാറില്ലേ? അങ്ങനത്തെ ഒരു ഐറ്റം ആട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. വളരെ എളുപ്പത്തിലാണ്, വളരെ ടേസ്റ്റിയാണ്. ഓക്കെ, നോക്കാം. അപ്പോൾ അത് ഒരു ഫുൾ ചിക്കനാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഉപ്പ്, കുരുമുളക് പൊടി എല്ലാം കൂടെ കൂട്ടി തിരുമിയിട്ടുണ്ട്. ചുരുങ്ങിയതൊരു 10 മിനിറ്റ് വെക്കുക. അപ്പോൾ ഇത് ഏകദേശം ഒരു അരമണിക്കൂർ ആയിട്ടുണ്ട്. നമുക്കിതിനി വേവിക്കാൻ വെക്കാം. നല്ലോണം വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുറന്ന് വെച്ച് വെള്ളം വറ്റിക്കാവേ. ഈ നേരം കൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ആ ഡ്രൈഡ് മസാല ചെയ്യുന്നത് കേട്ടോ. നമ്മൾ കത്തിച്ചിട്ട് പാൻ വെച്ചു. വെളിച്ചെണ്ണ, ഇഞ്ചി, വെളുത്തുള്ളി, വറ്റൽമുളക് ഇതിങ്ങനെ അരച്ചതാണ് കേട്ടോ. ഇത് നല്ല പേസ്റ്റ് പോലെ ഇങ്ങനെ അരച്ചെടുക്കണം. കറിവേപ്പില ഇടുകയാണ്, കുരുമുളക് പൊടി, ഇത്തിരി ഗരം മസാല, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, പച്ചമുളക് ഇതിലേക്ക് ഇടുകയാണ്. മസാലയിലേക്ക് വേവിച്ച ചിക്കൻ ചേർക്കുകയാണ്. കറിവേപ്പില ഇടുകയാണ്. ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. കണ്ടോ, കാണാൻ തന്നെ എന്ത് ഭംഗിയാന്ന് നോക്കിയേ. വായിലിങ്ങനെ വെള്ളം വന്നിട്ട് പോയാ. നമ്മൾ ഈ തട്ടുകടയിലൊക്കെ കാണുന്ന പോലെ വറുത്ത് വെച്ചിരിക്കുന്ന റേഷൻ കഴിക്കാണ്. സൂപ്പർ, ഒരു രക്ഷയില്ല. ഈ മസാല ഇതിലൊക്കെ ഇങ്ങനെ പെരണ്ടിട്ട് ഭയങ്കര ടേസ്റ്റാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും വറ്റൽമുളകിൻ്റെ ടേസ്റ്റും എല്ലാം കൂടെ സൂപ്പർ. അപ്പം നിങ്ങൾ ഡെഫിനറ്റ്ലി ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലത്തെ അമേസിങ് ഡിഷസ് കാണാനും ഉണ്ടാക്കാനൊക്കെ ആയിട്ട് നിങ്ങളുടെ യാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണം. കൊതിച്ച് ഞാൻ വീണ്ടും കഴിക്കുകയാണ്. അപ്പം അടിപൊളി വേറൊരു ഡിഷുമായിട്ട് വരുന്നത് വരെ ബൈ.